നിങ്ങളൊരു ഈവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് ടീമിനെ സമീപിക്കുമ്പോൾ ആദ്യമായി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൺസൾട്ടിങ് തരാൻ അവർ തയ്യാറാണോ. അതിലുപരി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് അല്ല കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ അല്ല, ഒരു ടീം വർക്കാണത്. ടീം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേരല്ല, മറിച്ച് അതൊരു സ്ട്രക്ചേർഡ് ആയ ഒരു ടീമാണ്. അത് നോക്കി വേണം നിങ്ങളുടെ വിഭാഗത്തിലെ ടീമിനെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറേബ്യൻ ഗ്രൂപ്പിന്റെ നമ്മളേക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഒരു വെരിഫൈ ചെയ്ത് കസ്റ്റമർ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള കൺസൾട്ടിങ്ങും അവർക്ക് വേണ്ട കൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഈവൻ അവരതിൽ ഓക്കെ പേയ്മെന്റ് നൽകി കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ വെഡിങ് എക്സിക്യൂഷൻ ടീമിലേക്ക് കൈമാറും. അവിടെ നിന്ന് അതെങ്ങനെ പ്രോപ്പറായ രീതിയിൽ ചെയ്യാന്നുള്ള ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം നേരെ ഓപ്പറേഷൻ ടീമിലേക്ക് കൈമാറും. പിന്നീട് ഓപ്പറേഷൻ ടീമിന്റെ കയ്യിലാണ് പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും. ഈവൻ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ ടീം നേരെ ഹാൻഡിൽ ചെയ്യുന്നത് വീണ്ടും വെഡിങ് എക്സിക്യൂഷൻ ടീമിലേക്കാണ്. അവരായിരിക്കും ഫുള്ളി ഹാൻഡിൽ ചെയ്ത് അവിടെ കോർഡിനേഷൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവാഹം ഏൽപ്പിക്കുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയ ടീം ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം.